പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. യൗവനക്കാരാ, എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരിക്കുന്നു, എഴുന്നേറ്റ് സംസാരിക്കുവാൻ തുടങ്ങി എന്ന് കാണാം. എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ് ഇപ്പോൾ വായിച്ചു കേൾക്കുവാനിടയായത്. നയീനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന ഭാഗമാണ് വായിക്കുവാൻ കഴിഞ്ഞത്. പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ ആളുകളും കൂടെ പോയി. ഒരിക്കൽ കർത്താവ് നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ ആളുകളും കൂടെ പോകാനിടയായി. അവൻ പട്ടണത്തിൻ്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുവനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകനായിരുന്നു, അവളോ വിധവയായിരുന്നു. സ്തോത്രം. പട്ടണത്തിലെ ഒരു വലിയ ജനക്കൂട്ടം അവളോട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ആ വലിയ ജനക്കൂട്ടം എന്തിനായിരുന്നു? ആ മകൻ മരിച്ചുപോയി, ആ മരണം കാണാൻ വന്ന ആൾക്കൂട്ടത്തെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ ഹല്ലേലൂയ മരണകരമായ അവസ്ഥകൾ കാണുവാൻ, ഹല്ലേലൂയ ഒരു താഴ്ച അനുഭവിക്കുന്നത് കാണുവാൻ അനേക ആൾക്കാർ തടിച്ചുകൂടും. സ്തോത്രം. എന്നാൽ ഈ ഇല്ലായ്മയിൽ, മരണകരമായ അവസ്ഥയിൽ, സ്തോത്രം, നിർജീവത്വമായ അവസ്ഥയിൽ ജീവൻ നൽകുവാൻ സ്വർഗത്തിലെ ദൈവത്തിനു മാത്രമേ കഴിയത്തുള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവിൻ്റെ വചനം പറയും. സ്തോത്രം. ഈ മരിച്ചുപോയ ഈ മകൻ അവൻ അമ്മയ്ക്ക് ഏകജാതനായ വ്യക്തിയായിരുന്നു. സ്തോത്രം. ഓർത്തു നോക്കിക്കേ, തൻ്റെ ഭർത്താവ് മരിച്ചുപോയി. സ്തോത്രം. ഏക മകനായ വ്യക്തി, അവനും മരിച്ചു. ഓർത്തു നോക്കിക്കേ, ആ ഭവനത്തിലെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കാവൂ. വളരെ ദയനീയമായൊരവസ്ഥ. ആരോട് ആ വിഷമം തുറന്നു പറയും? സ്തോത്രം. കരഞ്ഞു കരഞ്ഞ്, സ്തോത്രം, വളരെ വിഷമത്തിൽ, സങ്കടത്തിൽ, സങ്കടം കടിച്ചു പിടിച്ച്, സ്തോത്രം, ആ സ്ത്രീ നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ, ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വ്യക്തികൾ കടിച്ചമർത്തി സങ്കടങ്ങൾ മനസ്സിലൊതുക്കി കഴിയുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി പറയുന്നു. സ്തോത്രം. എല്ലാം അവസാനിച്ചു എന്ന് കാണുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം നിന്നിൽ നിന്ന് വലിയത് ഉത്ഭവിപ്പിക്കാൻ തുടങ്ങും. സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ നീ അടുത്തു വന്നാൽ മാത്രം മതി, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. വലിയ പുരുഷാരങ്ങൾ, വലിയ ഫ്രണ്ട്സ്, ഒത്തിരി ആൾക്കാർ ഇത് കാണുവാൻ കേൾക്കുവാനുണ്ടാകാം. പക്ഷേ നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ സർവശക്തനായ ദൈവത്തിനു മാത്രമേ കഴിയത്തുള്ളൂ. അത്രയും ജനക്കൂട്ടമുണ്ടായിട്ടും, സ്തോത്രം, ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുവാൻ സാധിച്ചോ? പക്ഷേ യേശു കർത്താവ് എന്തു ചെയ്തു? അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ ഏത് വിഷയത്തിലാണോ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ കണ്ണുനീര് തുടയ്ക്കുവാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന
നിന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം നിൻ്റെ അടുത്തുള്ള കാര്യം നീ മറന്നു പോകരുത്. കർത്താവ് നിൻ്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ തുടങ്ങിയിരിക്കുക. എന്നും നീ കരയേണ്ടവളല്ല കേട്ടോ. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി വചന വെളിപ്പാട് അറിയിക്കുന്നു. ഇനി നീ കരയേണ്ടവളല്ല. സ്തോത്രം. നിന്നിൽ കൂടെ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അതെ, നിൻ്റെ മകനിൽ കൂടെ വലിയൊരു ദൈവപ്രവൃത്തിയുണ്ട് കുഞ്ഞെ. ദൈവത്തിൻ്റെ നാമം അവിടെ മഹത്വമെടുക്കുവാൻ പോവുകയാണ്. ഒത്തിരി വ്യക്തികൾ, ഒത്തിരി ആളുകളുണ്ടെന്ന് നമുക്ക് തോന്നിയാലും നിൻ്റെ വിഷയം കർത്താവിൻ്റെ സന്നിധിയിലാണോ വെച്ചതെങ്കിൽ ആ വിഷയത്തിന് പൂർണ്ണമായൊരു പരിഹാരം, പൂർണ്ണമായൊരു ദൈവപ്രവൃത്തി ദൈവത്തിന് മാത്രമേ ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. സ്തോത്രം. അത്രയും കിടന്ന് നിലവിളിച്ചിട്ടും അവളെ ആശ്വസിപ്പിക്കുവാൻ ആരെങ്കിലുമുണ്ടോ? ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എൻ്റെ യേശു കർത്താവ് നിൻ്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ, നിൻ്റെ ഭാരങ്ങൾ പോക്കുവാൻ, നിൻ്റെ ഭാരങ്ങൾ മാറ്റുവാൻ. സ്തോത്രം. അല്ല, നിൻ്റെ അടുക്കൽ തന്നെ ഉണ്ട് കേട്ടോ. അവൻ അടുത്തു ചെന്നു മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, എൻ്റെ കർത്താവ് അവിടെ തൊട്ടപ്പോൾ തന്നെ അവിടെ ഒരു എഴുന്നേൽപ്പുണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, കർത്താവിൻ്റെ കരത്തിൽ നിൻ്റെ തലമുറയുടെ വിഷയം വെക്കുവാണെങ്കിൽ കർത്താവിൻ്റെ കരസ്പർശനത്താൽ അവൻ എഴുന്നേൽക്കാനിടയാകും. കർത്താവിൻ്റെ കരസ്പർശനത്താൽ അവൻ്റെ ഭാവി നന്നായി തീരും. കർത്താവിൻ്റെ കരസ്പർശനത്താൽ സ്തോത്രം അവൻ്റെ ബുദ്ധിയിൽ ഹല്ലേലൂയ ഒരു വ്യത്യാസങ്ങളുണ്ടാകും. കർത്താവിൻ്റെ കരസ്പർശനത്താൽ നല്ലൊരു ഭാവി വെളിപ്പെടാനിടയാകും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പലപ്പോഴായി തലമുറകൾക്ക് വേണ്ടി ഞങ്ങളോട് കരയുന്ന ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ആ വിഷയങ്ങൾ ഇന്നു പകൽക്കാലം വെച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ, തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ എടുത്തു വരികയാണെങ്കിൽ നിൻ്റെ തലമുറയുടെ വിഷയത്തിൽ ഒരു വിടുതലുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. യൗവനക്കാരാ, എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരിക്കുന്നു. ഒട്ടും സാധിക്കത്തില്ല എന്ന് മരിച്ചു കിടക്കുന്ന വിഷയത്തിന് മധ്യേ, അനങ്ങത്തില്ല എന്ന് പറയുന്ന വിഷയത്തിന് മധ്യേ ഒരു എഴുന്നേൽപ്പ് നിൻ്റെ തലമുറയിലുണ്ടെന്ന് വചന വെളിപ്പാട് അറിയിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം നീ ഏറ്റെടുക്കുമെങ്കിൽ ഇതിനകത്തൊരു വിടുതലുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയും. മരിച്ചവൻ എഴുന്നേൽക്കുക മാത്രമല്ല, സംസാരിക്കുവാൻ തുടങ്ങി. സ്തോത്രം. പല നാളായി നീ ചിന്തിച്ചില്ലേ എങ്ങനെ ഒരു എഴുന്നേൽപ്പുണ്ടാകും, എങ്ങനെ അവൻ അല്ലെങ്കിൽ വ്യക്തിത്വപരമായിട്ട് അവൻ സംസാരിച്ചു തുടങ്ങും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പലപ്പോഴായി നീ പറഞ്ഞിട്ടില്ലേ എൻ്റെ തലമുറയെ കൊണ്ടൊരു പ്രയോജനമില്ലെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. നിന്നോട് തന്നെ കർത്താവ് പറയുന്നത്. ഓറിഖന ഹംദരാരഭൗക്ഷിയാരക, ഈ വചന വെളിപ്പാട് നീ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു ദൈവപ്രവൃത്തിയുണ്ടെന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. ഒരു എഴുന്നേൽപ്പ്. ഹല്ലേലൂയ. ആ വ്യക്തി, ആ കുഞ്ഞ്, ആ യൗവനക്കാരൻ സംസാരിച്ചു തുടങ്ങിയെന്നാ കാണുന്നേ. സ്തോത്രം. മരിച്ച വിഷയത്തിന് മധ്യേ, നിർജീവത്വമായ അവസ്ഥയിൽ മധ്യേ, സ്തോത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അത്ഭുതം പ്രവർത്തിക്കാനിടയാകും. നിർജീവത്വമായ ഗർഭത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ അബ്രഹാമിനും സാറായിക്കും കൊടുക്കുവാൻ കഴിഞ്ഞു എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി പറയുന്നു. സ്തോത്രം. ആരുമില്ലാത്തവർക്ക് എൻ്റെ യേശു കർത്താവ് ആശ്രയമായുണ്ട് കേട്ടോ. എന്തിനാ മനം കലങ്ങുന്നത്? ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പുതിയ തീരുമാനത്തോടെ ന്യായപ്രമാണ വ്യവസ്ഥയോടുകൂടെ അടിസ്ഥാന ഉപദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിച്ച്
ദൈവസനിൽ നീ അടുത്തു വന്നു കഴിഞ്ഞാൽ നിൻ്റെ തലമുറയുടെ വിഷയത്തിനു മധ്യേ എൻ്റെ യേശു കർത്താവ് നിശ്ചയമായും ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് കേട്ടോ. ഓ ഹല്ലേലൂയ. ദൈവത്താൽ നിൻ്റെ തലമുറയിലൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. പലപ്പോഴും ചിന്തിച്ച അവസരങ്ങളുണ്ട്, അവൻ എങ്ങനെ നന്നാവും, നന്നായിട്ട് വേണം എൻ്റെ ഉപജീവന മാർഗം കഴിക്കുവാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി പറയുന്നു, നിൻ്റെ കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കുവാൻ ആ അവസ്ഥയിൽ നിന്ന് കർത്താവിൻ്റെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ആർക്കൊക്കെ വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ സാധിക്കും? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഏറ്റെടുക്കുന്നവർക്ക് വിടുതൽ പ്രാപിക്കുവാൻ ഇടവരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ഹൗസ് ഓഫ് പ്രെയർ ഗ്രൂപ്പ് വാട്സപ്പിൽ കൂടി വരുന്നുണ്ട്. ഒരു പ്രെയർ ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. ആർക്കെങ്കിലും ആ ഗ്രൂപ്പിൽ ആഡ് ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് നമ്പർ കമൻറ്റ് ബോക്സിലിടുക. പ്രാർത്ഥനയോടെ, ഐക്യമായ കൂട്ടായ്മയോടെ ദൈവസന്നിധിയിലെടുക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു.